ശ്രീരാമജയം എന്ന തലവാചകത്തോടെ താൻ അവസാനമായി എഴുതിയ കത്തിലെ അക്ഷരങ്ങളോട് ഭവാനിയമ്മ പറഞ്ഞത് ഓർമ്മകളുടെ ഭാരം പേറാൻ ഇനി നിങ്ങളെ എനിക്ക് ആവശ്യമില്ലെന്നായിരിക്കാം. അക്ഷരങ്ങളോട് വിട പറഞ്ഞ് ഏകാന്ത ജീവിതം ജീവിച്ചു തീർക്കുമ്പോഴും ഇനി ആരും അന്വേഷിച്ചു വരില്ലെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അച്ഛനോട് സംസാരിച്ചിരുന്ന ആ കത്തിലെ അക്ഷരങ്ങൾ മകനോടും ഒരു വേള സംസാരിച്ചിരുന്നു എന്ന് അവർ കരുതി കാണില്ല. എന്തുകൊണ്ടാണ് രഞ്ജിത്തിന്റെ രചനകൾ ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത വിധം പുതിയ അർത്ഥതലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ടെത്തുവാൻ കഴിയാതെ വരും. ഇന്ദുവിനെയും ശ്രീഹരിയേക്കാളും കൂടുതൽ ആ ചന്ദ്രോത്സവ നാളുകളെ മനോഹരമാക്കി തീർത്തത് പുലാപ്പറ്റ ഗംഗാധര മേനോനും ഭവാനിയമ്മയുമാണ്. രണ്ടു വ്യക്തികൾ തമ്മിൽ വാക്കുകളിലൂടെ അവരുടെ ആത്മാവിന്റെ ആവിഷ്കാരം സാധ്യമാക്കുമ്പോൾ ആ നിമിഷം ആസ്വദിക്കാൻ വളരെ മനോഹരമാണ്. ആ ചന്ദ്രോത്സവ നാളുകൾ കഴിഞ്ഞ് ശ്രീഹരി മടങ്ങിപ്പോകുമ്പോൾ ചിറക്കലെ വീട് ഏകാന്തതയിൽ അകപ്പെടില്ല. ഇന്ദുവിനേക്കാൾ കൂടുതൽ ആ വീട് ആഗ്രഹിച്ചത് ഭവാനിയമ്മയുടെ മടങ്ങി വരവിന് വേണ്ടിയാവാം. അച്ഛന്റെ പ്രണയത്തെ തേടിപ്പോകുന്നതിന് പകരം അച്ഛന്റെ കൂട്ടുകാരിയെ തേടിപ്പോകുന്ന അയാളുടെ കാഴ്ചപ്പാടിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഓർമ്മകളും ആ നിമിഷവും മധുരമുള്ളതായി മാറുന്നത്. ഭവാനിയമ്മ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പുലാപ്പറ്റ ഗംഗാധര മേനോന്റെ മകൻ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇനിയുള്ള കാലം ബാക്കിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ ക്ഷണിക്കുമ്പോൾ ആ സ്ത്രീയും അവരുടെ പ്രണയവും അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടുന്നതിനോടൊപ്പം തൻ്റെ ജീവിതത്തിന്റെ മഹത്വത്തെ അദ്ദേഹത്തിന്റെ മകനിലൂടെ അനുഭവിച്ചറിയുന്നതായിരിക്കാം ഭവാനിയമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. അച്ഛൻ പറഞ്ഞു കേട്ടതും ഭവാനിയമ്മ അച്ഛൻ അയച്ച കത്തുകളിലെ അക്ഷരങ്ങളിലൂടെയും ശ്രീഹരി കണ്ടത് അയാളുടെ അമ്മയെ ആയിരിക്കാം. അയാളുടെ മനസ്സ് അമ്മയുടെ പരിഗണനയും വാത്സല്യവും തേടി അലയുമ്പോൾ ശ്രീഹരി ചെന്നെത്തുന്നത് ആ കത്തുകളിലേക്കായിരിക്കാം. പുലാപ്പറ്റ ഗംഗാധര മേനോന്റെ ഓർമ്മകളിലൂടെ ഏകാന്ത ജീവിതം തിരഞ്ഞെടുത്ത ഭവാനിയമ്മയുടെ മുൻപിൽ അച്ഛന്റെ അവശേഷിക്കുന്ന ഓർമ്മകളെ അദ്ദേഹത്തിന്റെ മാലയുടെയും കണ്ണടയുടെയും രൂപത്തിൽ തിരിച്ചു നൽകി തന്നോടൊപ്പം കൊണ്ടുപോകുന്ന ശ്രീഹരി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം അയാളുടെ ഇത്രയും കാലത്തെ ജീവിതയാത്രയിലെ ഏറ്റവും ഭംഗിയുള്ള നിമിഷം ഇതായിരുന്നെന്ന്.